ചായ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടുമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുമോ എന്നുള്ള സംശയങ്ങളുണ്ട്. ചായ എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ളത് ടാനിൻ ആണ്. ഈ ടാനിൻ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് എത്തുമ്പം അത് പല രീതിയിലുള്ള ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കുക. കാരണം ഇതിൽ അയൺ അല്ലെങ്കിൽ കാൽഷ്യം പോലത്തെ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത് ഈ ടാനിൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഡെഫിഷ്യൻസീസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനത്തെ ശീലങ്ങളൊക്കെ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ തന്നെ വെറും വയറ്റിൽ നമ്മൾ ഈ എംപ്റ്റി സ്റ്റൊമക്കിലൊക്കെ ചായ കുടിക്കുമ്പോൾ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതും പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ നിങ്ങൾക്ക് ബ്ലാക്ക് ടീ പ്രിഫർ ചെയ്യാവുന്നതാണ്. അതിൽ വേണമെങ്കിൽ സിന്നമൺ ദെൻ ജിഞ്ചറൊക്കെ ആഡ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റപ്പ് ചെയ്യും, വെയിറ്റ് ലോസിന് ഹെൽപ്ഫുൾ ആണ്. ബട്ട് നമ്മൾ ഡെയിലി ഇത്തരം മിൽക്ക് ടീ അല്ലെങ്കിൽ മിൽക്ക് കോഫി ഒക്കെ കുടിക്കുമ്പം അത് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരം ചായ കാപ്പി അഡിക്ഷൻസ് ഉള്ളതാണെങ്കിൽ അത് പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക.